ഇത് ഇപ്പോൾ അവിടെ നിന്നൊരു മീൻ അടിച്ചു, കുഴപ്പമില്ലാത്തൊരു വരാലടിച്ചു. ഇപ്പോൾ നല്ലൊരു വരാൽ. പക്ഷേ ഇന്നലെ എൻ്റെ അനിയനെ സെയിം സ്പോട്ടിൽ നിന്നൊരു മീൻ ഇതിലും നല്ലൊരു വരാൽ എന്താ മിസ്സാവാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പോച്ച വെട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഇവർ ക്ലീൻ ചെയ്ത സമയത്ത് കൂട്ടി ഈ മീൻ വെട്ടിയിട്ട് നേരെ ആ പോച്ചക്കടിയിലോട്ട് കയറിപ്പോവും. മീൻ അവിടെ ടൈറ്റായിട്ടിരുന്ന അവസാനം നമ്മൾ വലിച്ച് അതിൻ്റെ ഹുക്ക് പറഞ്ഞ് വായും പറഞ്ഞ് മീൻ മിസ്സാവും. ഇപ്പോൾ അടിച്ച സാധനം കുഴപ്പമില്ല. ഒരു വരാലടിച്ചു. പക്ഷേ ആളിച്ചിരി ചെറുതാണ് അടിച്ചതിൽ ഏറ്റവും. പക്ഷേ എൻ്റെ കണ്ണ് കണ്ടോ, കണ്ണിൽ കൂടെ 2 ഹുക്കും, ഒരു ഹുക്ക് വായുടെ അവിടെയും ചെറി പറഞ്ഞ് ഒരെണ്ണം കണ്ണിൽ കൂടെ വിട്ടു. ഞാനെന്നാൽ ഈ സൈസ് വിടുന്ന, പക്ഷേ ഇവിടെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല. കാര്യം വെച്ചാൽ ഈ തോട്ടിലെ വെള്ളം പറ്റും, നല്ലോണം നെല്ല് ആയി കിളിച്ചും പറ്റിക്കും. അപ്പോൾ മീൻ ഒന്നി ചത്തു പോകും, അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ കൊക്കോ എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകും. എടുക്കാതെ ഇപ്പോൾ രക്ഷയില്ല. കണ്ണ് പോയി, ആശാൻ്റെ കണ്ണ് കിഴിഞ്ഞ് കയറി. കഷ്ടം. തീരെ ചെറുതൊന്നുമല്ല കേട്ടോ, തീരെ ചെറുത് കിട്ടില്ല ഈ ഫ്രോഗയിൽ. ഈ 3ാമത്തെ മീൻ നമുക്ക് അടിച്ചിട്ടുണ്ട്. അത്ര വലുതൊന്നുമല്ല, എടുക്കാവുന്ന വരുവാൻ തന്നെയാണ്. തീരെ പൊടിയല്ല. ഇതാ ഫ്രോഗ് അങ്ങ് മേളിച്ചെന്ന് ഹുക്ക് അകത്ത്. നല്ല ഹുക്കപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വാ തുറന്ന് അടിച്ചു കഴിഞ്ഞാൽ സാധനം കയറും. ഇതിൽ നിന്ന് അങ്ങനെയൊന്നും മീൻ മിസ്സായിട്ടില്ല. പിന്നെ തീരെ ചെറിയ വരാലുകളുണ്ടല്ലോ, അത് വന്ന് അടിച്ച് ഇതിൻ്റെ വായി കയറത്തില്ല. അതുകൊണ്ട് മാത്രം അവ രക്ഷപ്പെട്ട് പൊക്കോട്ടെ. നമുക്ക് വിത്തിനിട്ടിരിക്കുക, വിത്തിന് നമുക്ക് മീൻ പിടിക്കേണ്ട അടുത്ത വർഷവും വളരട്ടവർ. ഇത് മറ്റേ സ്ട്രാപ്പ് എടുത്തില്ല ഞാൻ, ചെസ്റ്റ് സ്ട്രാപ്പ് എടുത്തിരുന്നെങ്കിൽ വീഡിയോ സ്ട്രൈക്കും കാണിക്കായിരുന്നു. അത് മറന്നുപോയി രാവിലെ തിരക്കിൻ്റെ ഇടയിൽ. സാധനത്തിനെ വലിച്ചുകൊണ്ട് കണ്ടത്തിൽ കൂടെ വലിച്ചുകൊണ്ടല്ല, അവിടെ എറിഞ്ഞ് ഇച്ചിരി വെള്ളമേ ഉള്ളൂ, വെള്ളം പറ്റി. അച്ഛനെ വലിച്ച് ഞാൻ ഇവിടെ വരെ എത്തിച്ച്. കുഴപ്പമില്ല. ഇതൊരു സാധനം. മാത്താപ്പ് സാധനം അടിച്ചിട്ടുണ്ട്, 5ാമത്. ഇതാ നമുക്ക് നഷ്ടം. ഞാൻ അല്ലാത്തപ്പോൾ ഞാനങ്ങനെ പൊതുവെ വീഡിയോ എടുത്തൊന്നും യൂട്യൂബ് ചാനൽ ഇടത്തില്ല. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഒരു ചാനലുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനകത്ത് കിടന്നോളുമല്ലോ. അല്ലാതെ നമ്മൾ വേറെ ഒന്നുമില്ല. ഇത് വർഷങ്ങളായിട്ട് 10-30 വർഷമായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അതായത് ഒരു 60 വെച്ച കാലം തൊട്ടേ മീൻ പിടിക്കുന്നുണ്ട്. അതല്ല, കിടുക്കാച്ചി സാധനത്തിന് അടിച്ചു കയറ്റിയിട്ടുണ്ട്. പിന്നെ അടുത്ത അവിടെ മീൻ നിൽപ്പുണ്ട്. മീൻ അവിടെ, കാരണം ഇവിടെ തെളിവായതുകൊണ്ട് അവിടെ ഇച്ചിരി പോച്ചക്കെട്ടുള്ളതുകൊണ്ടേ ആ തെളിവിൻ്റെ അവിടെ ഏറെടുത്ത് അകത്തോട്ട് പോകുന്നുണ്ട്. ഇവർ നാട്ടുകാർ മൊത്തം പിടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ വെള്ളം താഴുമ്പോൾ നാട്ടുകാർ മൊത്തം പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ വെള്ളം തറ്റിക്കുമ്പോൾ ബംഗാളി പിള്ളേരുണ്ട്, അവന്മാർ വലയും കൊണ്ട് വന്ന് പിടിക്കും. 6-ോ 7ാമത്തെ മീനാണ്. നമ്മൾ ആ പൊറുക്കിടെ തന്നെ വേറെ ഫ്രോഗുണ്ട്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതാന്ന് തോന്നുന്നു. എൻ്റെ പേരറിയാവുന്നൊരു പറയണം. ഫ്രോഗ് ഇതാണേ, ഇതാ ഫ്രോഗ്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. കുഴപ്പമില്ല, ഇപ്പോൾ അടിച്ചാൽ. ഇതിനൊരു കുഴപ്പമുണ്ട്, ചെറിയ ഊപ്പവരാൽ ഇതേ ചാടിക്കയറി അടിക്കും. നമ്മൾ ഇപ്പം രാവിലെ അടിച്ചതാണ്. രാവിലത്തെ കളക്ഷൻ 5 എണ്ണം പൊറുക്കി. പിന്നെ വേറൊരു ചെറിയൊരു ഫ്രോഗ് മേടിച്ചായിരുന്നു, അതിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഉച്ച കഴിഞ്ഞിട്ട് ഒരു 3 മണിക്ക് അടിച്ച സാധനമാണ്. അതിൻ്റെ 1.5 കിലോ ഉണ്ട്. അത് കഴിഞ്ഞ് അടിച്ചതാണ്. ഇത് കൂട്ടി കയറി കിട്ടിയത്. ബാക്കി 4 എണ്ണം സ്റ്റിക്കർ അടിച്ചത്. ഉച്ച കഴിഞ്ഞ് അടിച്ച ഒരു സാധനമാണ്. അതിൻ്റെ ഒരു 1.5 കിലോ സാധനമുണ്ട്. മനസ്സിലായോ? പോളപ്പം സാധനം. പിന്നെ അല്ലാതെ ഒരു അടിച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവൻ്റെ സൈസ് കാരണം ഇവന്മാരെല്ലാം ഇത് കണ്ടോ, ഇതിൻ്റെ പള്ള കണ്ടോ നിങ്ങൾ? അതിന് പെരുമ്പാമ്പിൻ്റെ തൊട്ട്. ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗം കണ്ട പറയും ഇത് നാടൻ വരാലാണ്. പക്ഷേ ഇവിടെ നോക്ക്, ഇത് ശരിക്കും നാടൻ വരാലല്ല. ഇത് ഈ ഡിസൈൻ കണ്ടാൽ നാടൻ വരാലെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ നാടൻ വരാലല്ല, നാടൻ വരാൽ വിയറ്റ്നാമും ക്രോസാണ്.